ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. കേവലം 15 ദിവസം മാത്രമാണ് ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ രാശിയുടെ ഒരു പ്രത്യേകത, ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇടവം സ്വന്തം ക്ഷേത്രമാകുന്നു ശുക്രൻ്റെ. ഇടവവും തുലാം രാശിയുമാണ് ശുക്രൻ്റെ സ്വന്തം രാശികൾ. ഇടവം സ്വക്ഷേത്രമാണ്, തുലാം രാശി മൂലക്ഷേത്രവുമാണ്. പിന്നീട് ഉച്ചക്ഷേത്രം വരുന്നത് മീനം, അപ്രകാരം നീചക്ഷേത്രം വരുന്നത് അതിൻ്റെ 7ാം ഭാവമായ കന്നി. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന, അത് വിവാഹ വിഷയമായ പ്രണയ വിഷയമായാലും അപ്രകാരം തന്നെ ആഭരണങ്ങൾ, വാഹനം, നല്ല ഫർണിച്ചറുകൾ, വീട് വൃത്തിയാക്കൽ, വീടിന് പെയിൻ്റ് അടിക്കൽ, പുതിയ ഭൂമി വാങ്ങി വീട് വെക്കുക, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാണ്. ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ, ഇതൊക്കെ ശുക്രനെ കൊണ്ടാണ് പറയുക. പഴയത് എടുത്ത് പുതുക്കി നന്നാക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. ശുക്രൻ ദേവാചാര്യനെ പോലെ തന്നെ അസുരാചാര്യനാണ്. പക്ഷേ 2 വ്യത്യാസങ്ങൾ. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു, ശുക്രൻ ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ഒരു ജാതകത്തിൽ 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഒറ്റ ഫലം മാത്രമേ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? സുഖി എന്നാണ്. അത് ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യും. 400-ൽ താഴെ ശ്ലോകങ്ങൾ കൊണ്ട് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും വരാഹമിഹിര ആചാര്യൻ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഞാനിതാ ശാസ്ത്രമാകുന്ന ഒരു തോണി നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അത് സ്വൽപ്പമാണ്, വൃത്തവിചിത്രമാണ്, ധാരാളം വൃത്തങ്ങളുണ്ട്. അർത്ഥബഹുളം, ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും സുഖി എന്ന ഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ സുഖത്തോടു കൂടിയിരിക്കും. 4ാം ഭാവം സുഖഭാവമാണ്. അതിനാൽ ഭൗതികമായ സുഖം ശുക്രനും ആത്മീയമായ സുഖം വ്യാഴവും നൽകും. ഏതായാലും നമുക്ക് ശുക്രൻ്റെ ഈ ചാരവശാലുള്ള രാശി മാറ്റം, ഇടവൻ രാശിയിൽ ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ശുക്രൻ്റെ ആശ്രയഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ നല്ല ആശ്രയഫലമാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സുബലമധിതനോ നരേന്ദ്രപൂജ്യ സ്വജന വിഭവ പ്രതിത അഭയ സിതേ സ്വേ. സ്വേ, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സിതൻ ശുക്രൻ എന്ത് പ്രദാനം ചെയ്യുന്നു? സുബലം, സുമതി, സുധനം, നല്ല ബുദ്ധി, നല്ല ബലം, നല്ല ധനത്തെ പ്രദാനം ചെയ്യുന്നു. നരേന്ദ്രപൂജ്യ, രാജാവ് ബഹുമാനിക്കും, അധികാരിയുടെ പ്രിയത്തിന് പാത്രമാകും. സ്വജന വിഭുഹു, സ്വന്തം ആളുകളുടെ ഇടയിൽ തനിക്ക് മേധാവിത്വം വരും. അത്ര നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുക്രൻ മേടമാസം 30-ാം തീയതി, അതായത് മെയ് 14-ാം തീയതിയാണ് മിഥുനത്തിലേക്ക് ചാരവശാൽ പകർന്നു പോകുന്നത്. അതുവരെ ഈ ശുക്രൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ശുക്രൻ രാശി അധിപനാണ്. അതിനു പുറമെ അഷ്ടമാധിപനുമാണ്. സ്വന്തം ക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അതിനാൽ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനാണ്. പക്ഷേ പലപ്പോഴും തുലാൻ രാശിക്കാർക്ക് വലിയ ദോഷമുണ്ട്. ബന്ധൂനാം ഉപകാരകൻ വിരുഷിത തെക്ത തൈഹി സപ്തമേ. ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്ത് അവസാനം എല്ലാവരും പരിത്യജിക്കും. ഇവിടെ സ്വർണം ആർക്കെങ്കിലും കടം കൊടുത്തു, അല്ലെങ്കിൽ ധനം കടം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല, അത് നഷ്ടപ്പെട്ടു പോകും. അപ്രകാരം സ്വന്തം സ്വർണമോ ധനമോ, സ്വന്തം സ്വർണം ബാങ്കിൽ വയ്ക്കുകയാണെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ തുലാൻ രാശിക്കാർക്ക് വരും. വീടടച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെടും, പാദസരം നഷ്ടപ്പെടുക, സ്വർണം നഷ്ടപ്പെട്ടു പോവുക, ഇതൊക്കെ സംഭവിക്കുന്ന ദിനങ്ങളാണ് മുന്നിലുള്ളതെന്ന് അറിയുക. സ്നേഹത്തിലൂടെ ദുഃഖം വരും, ഒരു സംശയവുമില്ല. ഇവിടെ അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ മഠാദ്യാലയ സമ്പത്തിമഭികുര്യ ശുഭോത്രക, അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ആരാധന സങ്കേതങ്ങളാണ്. അതിനാൽ അങ്ങനെയുള്ള സങ്കേതങ്ങളിൽ തനിക്ക് പേര് ലഭിക്കുക,
പലപ്പോഴും ട്രസ്റ്റ്, ക്ഷേത്രങ്ങൾ ഇതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് എത്താൻ അവരോധിക്കപ്പെടുന്ന ഒരു വലിയ സമയമാണെന്നറിയുക. ആ വിഷയങ്ങൾക്കൊക്കെ നല്ലതാണ്. പക്ഷേ സ്നേഹം കൊടുത്ത് ദുഃഖം വാങ്ങരുത്, വലിയ ബുദ്ധിമുട്ടുകൾ വരും. ഷുഗർ പേഷ്യൻസ് വളരെയധികം നോക്കണം. ഡയാലിസിസ് പേഷ്യൻസിനെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാരമാണ്. അപ്രകാരം സ്ത്രീകൾ ഗൈനിക്കുമായി ബന്ധപ്പെടുന്ന രോഗാദ്യ അരിഷ്ടതകളുള്ള സ്ത്രീകൾക്ക് ഗൈനിക് സംബന്ധിച്ച രോഗങ്ങൾ വരും. പലപ്പോഴും നമ്മൾ ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്സ് എത്തിക്കഴിഞ്ഞു, ഇതാ ലഭിച്ചു എന്ന് ചിന്തിക്കുന്നത് നീണ്ടുപോകും. അങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങൾ തുലാൻ രാശിക്കാർക്ക് വരും. നിർബന്ധമായും ധർമ്മദൈവ പ്രീതി ചെയ്യുക, നന്നായി ലളിത സഹസ്രനാമം വായിക്കുക, മഹാലക്ഷ്മി അഷ്ടകം വായിക്കുക, അല്ലെങ്കിൽ ദേവി മാഹാത്മ്യം വായിക്കുക, വിളക്ക്, മാല, പായസം ശുക്രനെ ദേവിക്ക് സമർപ്പിക്കുക. ഇവിടെ പലപ്പോഴും ഭാഗ്യാധിപനായ ഗ്രഹം 9ാം ഭാവം ബുധനായതുകൊണ്ട് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് വഴിപാടുകൾക്ക് നല്ലത്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന് ചെന്മുദ്രയിൽ ജപിക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരമാകട്ടെ പ്രിയമുള്ള തുലാൻ രാശിക്കാരെ. നന്ദി, നമസ്തേ.